നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏറ്റവും വിനയമായി അർപ്പിച്ചു കൊടുക്കാം. ഈ ക്രിസ്മസ് രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദേവാലയത്തിൻ്റെ അകത്തളത്തിൽ, സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ തന്നെ നിൽക്കുവാനുള്ളൊരു ഭാഗ്യം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എത്രയോ പേർ ആഗ്രഹിച്ചിട്ടും കാണാൻ കഴിയാതെ പോയി ഈ സന്ധ്യയിൽ അവിടുന്ന് നമ്മെ കൂട്ടി വരുത്തിയെങ്കിൽ അവിടെ നമ്മെ അധികമായി സ്നേഹിക്കുന്ന ദൈവത്തിന് നന്ദിയോടുകൂടെ നമുക്ക് കടന്നു ചെല്ലാം. പ്രിയമുള്ളവരെ, ഇത് വെറും ഒരു ആഘോഷത്തിൻ്റെ കൂടിവരവല്ല, ഇതൊരു രൂപാന്തരത്തിൻ്റെ കൂടിവരവായി മാറട്ടെ. നാം പുതുതായി ചലിക്കുന്ന ഒരു കൂടിവരവായി തന്നെ മാറട്ടെ. ഇന്നത്തെ ദിവസം ഉണ്ണിയെ പുൽക്കൂട്ടിലല്ല, നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു പിറക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സ്വർഗം ശക്തീകരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിനയമായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. നിങ്ങളുടെ ആവശ്യഭാരങ്ങൾ, നിങ്ങളുടെ കണ്ണുനീരുകൾ, നിങ്ങളുടെ നിരാശകൾ എല്ലാത്തിനും പരിഹാരമുണ്ട്. യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നത് വരെ ഒരു മനുഷ്യൻ്റെയും പ്രശ്നത്തിന്, ഒരു മനുഷ്യൻ്റെയും ദുഃഖത്തിന്, ഒരു മനുഷ്യൻ്റെയും കണ്ണുനീരിന്, ഒരു മനുഷ്യൻ്റെയും അടിമത്വത്തിന് യാതൊരുവിധ പരിഹാരങ്ങളും ഇല്ലായിരുന്നു. ഇന്ന് യേശു തമ്പുരാൻ ഭൂമിയിൽ ഒരു മനുഷ്യനായി അവതാരം ചെയ്തു. അന്ന് മുതൽ സകലർക്കും രക്ഷ കടന്നു വന്നു. അവിടുന്ന് ഒരു മനുഷ്യനായി കടന്നു വന്നത് കൊണ്ട് മാത്രമാണ് നാം ഇന്ന് ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നത്. ഒരുപക്ഷേ നാം ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അവിടുത്തെ ജനനത്തിന് ശേഷം ഈ ഭൂമിയിൽ നമുക്ക് പിറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടുന്ന് ജനിക്കുന്നതിന് മുൻപേ മരിച്ചവർ രക്ഷ എന്തെന്നറിയാതെ ഈ ലോകം വിട്ടു പോയപ്പോൾ, ഏകദേശം 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ്, നാം ജനിക്കുന്നതിനും 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് നമ്മുടെ രക്ഷയ്ക്കായി ഭൂമിയിൽ വന്ന് പിറന്നു. ആ രക്ഷയുടെ കീഴിലായിരിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. നമുക്കാരുമില്ല എന്ന് നാം പറയും. എന്നാൽ യേശു പറയുന്നു, നിനക്ക് ആരുമില്ലെങ്കിലും ഞാനുണ്ട്. എന്നെ രക്ഷിക്കുവാൻ ആരുമില്ല എന്ന് നാം പറയും. അവിടുന്ന് പറയുന്നു, ഒരേ ഒരു രക്ഷകൻ ഞാൻ മാത്രമാണ്. എന്നെ വിടുവിക്കുവാൻ, എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് നാം പറയും. യേശു പറയും, നിന്നെ സഹായിപ്പാൻ ഞാൻ നിൻ്റെ ചാരത്തുണ്ടായിട്ടും എന്തേ നീ കാണുന്നില്ല? ഹല്ലേലൂയ! ഇത്ര വലിയ സ്നേഹം, ഇത്ര വലിയ സ്നേഹം നമുക്ക് തമ്പുരാൻ നൽകുമ്പോൾ ആ സ്നേഹത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ മാറിപ്പോകാൻ കഴിയും? ആ കരുണയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒഴിഞ്ഞു പോകാൻ കഴിയും? നാം ഭാഗ്യമില്ലാത്തവരെന്ന് നാം പറയുന്നുണ്ട്. പക്ഷേ മഹാഭാഗ്യം തന്ന് തമ്പുരാൻ നമ്മെ അവിടുത്തെ രക്ഷാകരമായ പദ്ധതിയുടെ മറവിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ! നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ ആവശ്യങ്ങളും, എല്ലാ ആവശ്യഭാരങ്ങളും ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നിങ്ങൾ ഇനിയും അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ വായികൾ അടച്ചിരിക്കരുത്. നിങ്ങൾ ഇനിയും കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെ വായികൾ അടച്ചിരിക്കരുത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു രക്ഷകനുണ്ട്, നിങ്ങൾക്കൊരു സഹായകനുണ്ട്, നിങ്ങൾക്കൊരു സംരക്ഷകനുണ്ട്, നിങ്ങൾക്കൊരു വീണ്ടെടുപ്പുകാരനും, നിങ്ങൾക്കൊരു സൗഖ്യദായകനുമുണ്ട്. അങ്ങനെയെങ്കിൽ എന്തിനും അടിച്ചിരിക്കണം? നിങ്ങളുടെ രോഗങ്ങളെ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുത്താട്ടെ. നിങ്ങളുടെ പ്രയാസങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിച്ചാട്ടെ. നിങ്ങളുടെ വൈഷമ്യങ്ങൾ ആ ദൈവസന്നിധി സമർപ്പിച്ചാട്ടെ. നിങ്ങളുടെ ബലഹീനതകളെ ആ ദൈവകരങ്ങൾ സമർപ്പിച്ചാട്ടെ. നിങ്ങളുടെ കണ്ണുനീരുകളെല്ലാം ദൈവകരങ്ങൾ അർപ്പിച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ ആഗമനത്തിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ ഈ രാത്രിയിലായിരിക്കുന്നു. ദൈവമേ, ഞങ്ങളെ കൂട്ടി വരുത്തിയ വലിയ കൃപയ്ക്കായി നന്ദി. ഞങ്ങളുടെ മേൽ അങ്ങ് ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായി സ്തോത്രം അപ്പച്ച. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങളെ അണിയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീരുകളെയെല്ലാം അങ്ങ് തുടയ്ക്കണമേ. കഴിഞ്ഞ കാലങ്ങൾ ഞങ്ങൾ വഹിച്ചിരുന്ന, ഞങ്ങൾ ചുമന്നിരുന്ന ജീവിതഭാരങ്ങളെ
അങ്ങ് നീക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലവാനും സർവശക്തനുമായ കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവിടുത്തെ സ്നേഹത്തിനൊത്തവണ്ണം തിരുനാമത്തിന് പകരം ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല കർത്താവേ. ആ തിരുസന്നിധി ഞങ്ങൾ തന്നെ താഴ്ത്തി തരുന്നു. ഹല്ലേലൂയ. യേശുവേ, നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അപ്പച്ച, രോഗികളായി കടന്നു വന്ന പ്രിയപ്പെട്ടവരെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ രോഗങ്ങളെ അങ്ങ് സൗഖ്യമാക്കി കൊടുക്കണമേ. അങ്ങ് രോഗസൗഖ്യദായകനായ ക്രിസ്തുവാണല്ലോ. ബന്ധനങ്ങളിലായിരിക്കുന്നവരെ തരുന്നു കർത്താവേ. അവരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവരെ വിമോചിപ്പിക്കണമേ. അങ്ങ് ബന്ധനങ്ങളെ അറുക്കുന്ന ദൈവമാണല്ലോ കർത്താവേ. നിരാശയിലും പരാജയത്തിലുമായിരിക്കുന്നവരെ തരുന്നു കർത്താവേ. അവരുടെ നിരാശകളെയും പരാജയങ്ങളെയും അങ്ങ് നീക്കണമേ. അങ്ങ് വിജയിപ്പിക്കുന്ന ദൈവമാണല്ലോ. ഹല്ലേലൂയ. കണ്ണുനീർ തൂകുന്ന ഓരോ കണ്ണുകളെയും ദൈവം തുടയ്ക്കണമേ അപ്പ. നുറുങ്ങി കലങ്ങി മറയുന്ന ഹൃദയങ്ങളെ അങ്ങ് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുശക്തി, തിരുസാന്നിധ്യം എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവമുള്ള കർത്താവേ അങ്ങ് പകരണമേ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് രോഗികളെ സൗഖ്യമാക്കുന്നത് കൊണ്ട് നന്ദി കർത്താവേ. അങ്ങ് ആത്മാർത്ഥതയോടെ സമർപ്പണത്തോടെ ഇന്ന് ഈ ദൈവസന്നിധിയിൽ കരയുന്ന ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ ആ ദൈവ പൈതലിനെ നിശ്ചയമായി തൊടാൻ അങ്ങേക്കൊരു പദ്ധതിയുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നിശ്ചയമായും അവൻ സൊദോമിലും ഗൊമോറയിലും അങ്ങയുടെ പ്രവൃത്തി ഇറങ്ങി. അങ്ങ് ചോദിച്ചു, എന്നിൽ വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ, വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ കർത്താവുണ്ട്. ആകാശത്തിൽ നിന്നിറങ്ങുന്ന തീകളിൽ നിന്ന്, സംഹാരകന്റെ ശക്തിയിൽ നിന്ന്, ദുഷ്ടന്റെ അധികാരത്തിൽ നിന്ന്, ശത്രുവിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, ഈ ലോകം നിനക്കെതിരെ കെട്ടുന്ന സകല തിന്മകളിൽ നിന്ന് നിന്നെ സംരക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവമേ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന, സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്ന, നുറുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന, വേദനയോടെ പ്രതീക്ഷയെ അസ്തമിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തി ജീവിതത്തെയും അങ്ങ് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ ഒരുപാട് വാതിലുകളിൽ, ഒരുപാട് സൗഹൃദങ്ങളിൽ, ഒരുപാട് പ്രിയപ്പെട്ടവരിൽ ആശ്വാസം തിരഞ്ഞു. നിന്റെ ആശ്വാസം കണ്ടെത്തുവാൻ നിനക്ക് ഒരുപക്ഷെ ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല. ഇന്നും നിന്റെ ജീവിതത്തിൽ മാറാത്ത നിരാശയായിരിക്കാം. ഹല്ലേലൂയ. യേശുവേ, അങ്ങനെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഹൃദയവേദനയോടെ ആയിരിക്കുമ്പോൾ അങ്ങ് അവരെ തൊടുന്നത് കൊണ്ട് സ്തോത്രം. ആരോഗ്യം ക്ഷയിച്ചു പോയി, ഇന്ന് വളരെ വേദനയിലും നിന്ദയിലും പരിഹാസത്തിനുമാണ്. അങ്ങ് അവരെ തൊട്ട് അങ്ങയുടെ പ്രത്യാശയുടെ അനുഭവത്തിൽ ബലപ്പെടുത്തുന്നത് കൊണ്ട് നന്ദി കർത്താവേ. നരച്ചാലും ഞാൻ നിന്നെ ചുമക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നം കണ്ടു, പലതും നേടാൻ കഴിയാതെ ഇന്നും ആ 38 വർഷം ബെഥസ്തയുടെ ഓരത്ത് പരാജയപ്പെട്ടവനായി കിടന്ന മനുഷ്യനെ പോലെ ഇന്നും ഈ ബെഥസ്തയ്ക്കുള്ളിൽ പരാജയപ്പെട്ട് കണ്ണുനീരണിഞ്ഞിരിക്കുന്ന ജീവിതത്തെ, ഹല്ലേലൂയ, തൊടാൻ സ്വർഗത്തിന് മനസ്സുള്ളത് കൊണ്ട് നന്ദി കർത്താവേ. ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, ഹല്ലേലൂയ, സമർപ്പണത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിന്നെ തൊടാൻ, നിന്നെ പണിയുവാൻ സ്വർഗം ആഗ്രഹിക്കും. ഒരു കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് വിധേയപ്പെടുന്നത് പോലെ എല്ലാവരും ഉപേക്ഷിച്ചതിൻ്റെ ജീവിതത്തെ ഒരു മാനപാത്രമാക്കി പണിയാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ നീ മാനപാത്രമായിരുന്നു, മനോഹരമായ ഭക്ഷണങ്ങൾ കൊണ്ട് നിന്നെ അലങ്കരിച്ചിരുന്നു, നിനക്ക് എല്ലായിടത്തും മാന്യതയുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ ഒരൊട്ടപാത്രമായി നിന്നെ വീട്ടിൻ്റെ മൂലയിൽ, സമൂഹത്തിൻ്റെ ഓരങ്ങളിലും ഉപേക്ഷിക്കുമ്പോൾ സ്വർഗം അത് കാണുന്നുണ്ട്. ആമേൻ. സ്വർഗത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എന്നും ആ ഓരത്ത് നിന്നെ ഉപേക്ഷിപ്പാനല്ല സ്വർഗത്തിൻ്റെ പദ്ധതി. ഇന്ന് നീ അനുഭവിക്കുന്ന അപമാനത്തിൻ്റെ ഭാരങ്ങളിൽ നിന്ന്, നീ അനുഭവിക്കുന്ന കണ്ണുനീരുകളിൽ നിന്ന്, നീ അനുഭവിക്കുന്ന നിരാശകളിൽ നിന്നും നിസ്സഹായതകളിൽ നിന്നും നിന്നെ കരം പിടിച്ചു നിന്നെ മാനപാത്രമാക്കി പണിയുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. ഒന്ന് വെച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ഉറപ്പായി നിന്റെ ജീവിതം മാറുവാൻ വേണ്ടി പോവുകയാണ്. ഇതെന്നെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് നിന്റെ ഉള്ളിലൊരു ബോധമുണ്ടെങ്കിൽ, ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് തരുന്നുണ്ടെങ്കിൽ,
ഈ ആഘോഷത്തിൻ്റെ രാവ് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ രാവ് കൂടെയാണ്. സമർപ്പണത്തോടെ ദൈവസന്നിധിയിലേക്ക് വച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ശക്തമായി പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. എൻ്റെ ജീവിതത്തെ നേടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് കണ്ട പ്രഭാതം പോലെ അല്ല, നീ നാളെ മുതൽ കാണുന്ന പ്രഭാതത്തിന് മധുരം ഏറുവാൻ പോവുകയാണ്. നീ ഓരോ പ്രഭാതത്തെയും കയ്പോടെയാണ് കണ്ടിരുന്നതെങ്കിൽ, ഭീതിയോടെയാണ് കണ്ടിരുന്നതെങ്കിൽ, നിന്റെ ജീവിതത്തിൻ്റെ ഭീതിയെയും കയ്പിനെയും സ്വർഗം എടുത്തു മാറ്റുകയാണ്. ഒരുപക്ഷെ നിനക്കത് സാധ്യമായിരിക്കാം. സ്വർഗത്തിനത് സാധ്യമാണ്. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ കേൾപ്പിച്ചുകൊണ്ട് ഇനിയും അടിച്ചു നിൽക്കരുത്. വിശ്വാസത്തോടെ യേശുവേ നന്ദി കർത്താവേ, അങ്ങ് ആരെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് അങ്ങ് അറിയുന്നു. അങ്ങ് ഹൃദയത്തിന് സംസാരിക്കുന്നത് കൊണ്ട് നന്ദി. അങ്ങയുടെ നാമത്തിൽ ആ വ്യക്തിയെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ആ വ്യക്തിയെ അങ്ങ് കരം പിടിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ പദ്ധതിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള മനസ്സ് അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അനേകം പേര് തൊടുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഈ ആലയത്തിനുള്ളിൽ പരിവർത്തിച്ച കൃപയ്ക്കായി സ്തോത്രം യേശുവേ. അങ്ങ് ആരെയൊക്കെ തൊട്ടു എന്ന് തൊട്ടവരും അങ്ങും അറിയുന്നു. ഇന്ന് മുതൽ ഒരു പുതിയ ദിവസം അവരുടെ ജീവിതത്തിൽ രൂപപ്പെടട്ടെ. ഒരു പുതിയ ജീവിതം അവർക്കുണ്ടാകട്ടെ. അങ്ങനെ ഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കണമേ. അങ്ങയുടെ രക്ഷ കൊണ്ട് തന്നെ വർദ്ധിപ്പിക്കണം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കണമേ. തിരുരാജ്യം വരണമേ. തിരു ഇഷ്ടം സ്വർഗത്തിൽ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ പാപകട ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയുടെ താമസദോഷം വിളിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമായിക്കൊള്ളതല്ലോ. അമ്മേ. അറിയിക്കുന്നതിനായി സഭാ സെക്രട്ടറി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കുറ്റം വരുത്തിയേ പറ്റൂ. നിങ്ങൾ ഇപ്പോഴും ശരിയെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നത് അത് കർത്താവിനോട് ചോദിച്ചു നോക്കും. ഞാൻ ഇത്രേ പറയും. ബൈബിൾ എന്ത് പറയുന്നെന്ന് നോക്ക്, അതനുസരിക്കുക. വന്ന വഴിയെ വിട്ട് പുതിയ വഴിയെ നടക്കാൻ ക്രിസ്തു വിളിക്കുന്നു. ഈ ക്രിസ്മസ് പുതിയ വഴിയെ നടന്നു പോകുന്നൊരു അനുഭവമാകട്ടെ. ഞാൻ എൻ്റെ ചിന്തകളെ പര്യവസാനിപ്പിക്കുകയാണ്. ചിന്തകളിൽ ഞാനിങ്ങനെ ഒന്നാമത്തെ കാര്യം പറയുകയാണ്. നിങ്ങൾക്ക് കർത്താവിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഏറ്റവും ചെറിയവർക്ക് നൽകുക. കർത്താവ് ഏത് രൂപത്തിൽ നിങ്ങളുടെ മുമ്പ് വരുമെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ മുമ്പ് ഇരിക്കുന്നവരാരായാലും അവൻ അത് അർഹിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. പ്രിയമുള്ളവരെ, കർത്താവിനെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല, സർവ്വവും മറന്ന് ആരാധിക്കാൻ നമുക്ക് തയ്യാറാകട്ടെ. വന്ന വഴിയെ ഉപേക്ഷിച്ച് പുതിയ വഴിയെ നടക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും ഇടയാക്കട്ടെ. ഈ ക്രിസ്മസ് നാളുകൾ ഏറെ അനുഗ്രഹവും സന്തോഷവും നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. ആമേൻ. തുടർന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രത്യേക പരിപാടികൾ ഇവിടെ നടക്കുകയാണ്. പരസ്യമായി അറിയിക്കാനുള്ള കാര്യങ്ങൾ നാളെ 8 മണിക്ക് തന്നെ ആരാധന ആലയത്തിൽ ആരംഭിക്കും. നാളെ 8 മണി മുതൽ 9 മണി വരെയാണ്. അതിനുശേഷം നിൽക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും വേണ്ടി ദേവാലയത്തിൽ ക്രിസ്മസ് സദ്യ ഒരുക്കുന്നതാണ്. അപ്പം നിൽക്കാൻ, സന്തോഷത്തോടെ നിൽക്കാൻ ആരൊക്കെ തയ്യാറാണോ എല്ലാവരും നിൽക്കുക. നിങ്ങൾ ഫാമിലി സംബന്ധമായ കുറേ കാര്യങ്ങൾ എനിക്കറിയാം. അങ്ങനെ ബുദ്ധിമുട്ടുള്ള അതിനെപ്പറ്റി ആവലാതിപ്പെടേണ്ട. ആർക്കൊക്കെ അതിനു വേണ്ടിയുള്ള സാധ്യത ഒരുങ്ങുന്നു എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്ന ഒരുമിച്ച് സന്തോഷിക്കാം. ഇന്ന് ആരാധനയ്ക്ക് ശേഷം തുടർന്ന് കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം, അതിനുശേഷം ക്രിസ്മസ് ട്രീ നറുക്കെടുപ്പുണ്ടായിരിക്കും. അതിനുശേഷം ഭക്ഷണം കഴിച്ച് നമുക്ക് സന്തോഷത്തോടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. എല്ലാവർക്കും ഹൃദ്യമായ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. ഞാൻ പിന്നെയും ആവർത്തിക്കുന്നു, ലോകരക്ഷകൻ നമുക്ക് പകർന്നുന്ന രക്ഷ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.